Q3 റിസൾട്ട് സീസണിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് അവന്യൂ സൂപ്പർമാർട്ടാണ്. ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെയിൽസിൽ കുഴപ്പമില്ലാത്ത ടോപ്പ് ലൈൻ കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും അത്യാവശ്യം ഗ്രോത്ത് റീസെൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഭീകരമായ ഗ്രോത്ത് എന്നൊന്നും പറയാനില്ല. സ്ലൈറ്റ്ലി ചെറിയൊരു ഗ്രോത്താണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് പി 87 ആണ്. 87 ബിറ്റ് ഹൈ ആണ്. ഇൻഡസ്ട്രി പി 40.4, അതിൻ്റെ ഇരട്ടിയിലധികമാണ് സ്റ്റോക്ക് പി വരുന്നത്. PG റേഷ്യോ ആണെങ്കിൽ അറൗണ്ട് 4 ആണ്. 3.99 ആണ് PG റേഷ്യോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈ വാല്യുവേഷനെ സാധൂകരിക്കുന്ന PG റേഷ്യോ, ഗ്രോത്ത് റേഷ്യോ ഒന്നും കാണുന്നില്ല. അതുപോലെ ഡെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡെറ്റ് മാത്രമേ ഉള്ളൂ. ROC ഇതൊക്കെ ഓക്കെയാണ്. ക്യാഷ് ഫ്ലോ ഓക്കെയാണ്, കുഴപ്പമില്ല. നോക്കാം ക്യാഷ് ഫ്ലോ. അവരുടെ പ്രോഫിറ്റ് കൊണ്ടുവന്നതിൻ്റെ അതെ, ഒരു 50% എബോ ക്യാഷ് ഫ്ലോ കാണിക്കുന്നുണ്ട്. ഓക്കെയാണ്. ഇനി ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് റിസർവ്സ് കാര്യമായിട്ട് കൂടുന്നുണ്ട്. ബോറോയിങ്സ് ഇല്ല, പോസിറ്റീവാണ്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 15,973 നിന്നും 18,101, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 12,117 നിന്നും 1,217 നിന്നും 1,463. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്തും ഇതിൽ ഗ്രോത്ത് കാണാം. അതുപോലെ തന്നെ OPM എക്സ്പാൻഷനൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല, പക്ഷേ സെയിം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. വാല്യുവേഷൻ ലേശം ഹൈ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ട്രേഡിങ്ങിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റോക്ക്. അടുത്തത് ക്രിഷാന ഫോസ്കെം ആണ്. ക്രിഷാന ഫോസ്കെം നല്ല അടിപൊളി റിസൾട്ട് കൊടുത്തിട്ടുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് പി 23 ആണ്. ഇൻഡസ്ട്രി പി 19.5. ഇൻഡസ്ട്രി പിയേക്കാളും ലേശം കൂടുതലാണ്, പക്ഷേ നമുക്കത് ഒരുപാട് ഹൈ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെയാണ്. PG റേഷ്യോ ബിലോ 1 ആണ്. ഓക്കെയാണ്. ഡെറ്റ് അതിൻ്റെ കട്ട് ഓഫ്, നമ്മൾ ഡെറ്റ് ടു ഇക്വിറ്റി 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഡെറ്റ് അത്യാവശ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ROC ഒക്കെ നല്ല ഗ്രോത്താണ് കാണിക്കുന്നത്. കണ്ടോ, 17, 5 ഇയേഴ്സിൽ 17 ആയിരുന്നു, 3 ഇയേഴ്സിൽ 15.9 ആയിരുന്നു. കറൻറ്റ് 21.7 ആണ്. അപ്പോൾ അത്യാവശ്യം ഗ്രോയിങ് കമ്പനി ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ക്യാഷ് ഫ്ലോ ലേശം കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ക്യാഷ് ഫ്ലോ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുന്ന സമയത്ത് ടോപ്പ് ലൈൻ നമുക്ക് കാണാം നല്ല ഗ്രോത്താണ്. എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്താണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. കണ്ടോ, 2022 ഡിസംബർ 47 കോടി ഉണ്ടായിരുന്നിടത്ത് 2025 ഡിസംബർ 659 കോടിയാണ്. ഈ ഒരു ഗ്രോത്ത് നമുക്ക് സ്മോൾ ക്യാപ്പുകളിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്മോൾ ക്യാപ്പിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു 3 ഇയേഴ്സ് കൊണ്ട് 10 ടൈംസിൽ കൂടുതലാണ് സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെയിൽസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 10 ടൈംസിനടുത്ത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഗ്രോ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ആ ഒരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സ്മോൾ ക്യാപ്പിലേക്ക് പോകാറുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. ഇനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് ട്രയലിംഗ് 12 മന്ത് കമ്പനിയുടെ ചരിത്രത്തിലെ ബെസ്റ്റ് ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2,135 കോടിയുടെ സെയിൽസ്, അതുപോലെ 265 കോടിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. OPM എക്സ്പാൻഷൻ നടന്നിട്ടില്ല, താഴോട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഇതിന് നെഗറ്റീവായിട്ടുള്ള മറ്റൊരു ഫാക്ടർ. അതുപോലെ തന്നെ റിസർവ്സിനേക്കാളും കൂടുതലാണ് ബോറോയിങ്സ്, അതും ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. ക്യാഷ് ഫ്ലോ നോക്കുന്ന സമയത്ത് ഒരു 50% പോലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അവർ കാണിച്ചതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഒരു 50% പോലും എന്ത് വന്നിട്ടില്ല, ക്യാഷ് ഫ്ലോ വന്നിട്ടില്ല. അതാണ് മറ്റൊരു പ്രശ്നം. ഇനി പ്രൊമോട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് മെല്ലെ മെല്ലെ ഗ്രാജുവലി അവരിങ്ങനെ ആഡ് ചെയ്ത് വരികയാണ്. അവർ വിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഹൈലി പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ കമ്പനിയിലുള്ള കോൺഫിഡൻസിനെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഒരു ഗ്രോയിങ് സ്റ്റോക്കായിട്ട്, ഒരു ഗ്രോത്ത് സ്റ്റോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ക്യാഷ് ഫ്ലോൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ
അടുത്തൊരു റിസൾട്ട് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ലിമിറ്റഡ് 14,794 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. സ്റ്റോക്ക് പി 47.6 ആണ്. ഇൻഡസ്ട്രി പി യേക്കാളും ലേശം ഹൈ ആണ്. PEG റേഷ്യോയും കുറച്ച് ഹൈ ആണ്. ഡെറ്റ് ഇല്ല, അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. സീറോ ഡെറ്റ് കമ്പനിയാണ്, ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ് ഇത് എന്നതാണ് ഒരു പോസിറ്റിവിറ്റി. ROC നോക്കുന്ന സമയത്ത് കുറച്ച് ശോകമാണ്. ഇനി ക്യാഷ് ഫ്ലോ നോക്കുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ക്യാഷ് ഫ്ലോ ഓക്കെ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും പ്രൈസ് ടു സെയിൽസ് 47.2 കുറച്ച് ഹൈ വാല്യുവേഷൻ ആയിട്ടാണ് ഓവറോൾ ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഡിസംബർ ഇയർ ഓൺ ഇയർ നല്ല ഗ്രോത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള ഒരു ഫാളാണ് കാണുന്നത്. പക്ഷേ സെപ്റ്റംബറിൽ അവരെപ്പോഴും ആ ഒരു റിസൾട്ട് കാണിക്കാറുണ്ട്. സെപ്റ്റംബറിന് ശേഷം ഡിസംബറിൽ കുറച്ച് ലോ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് പലപ്പോഴും വരുന്നത്. എല്ലാ സെപ്റ്റംബറും നോക്കിയാൽ മതി. ഈ സെപ്റ്റംബർ 2025, സെപ്റ്റംബർ 2024, സെപ്റ്റംബർ 2023. ഓക്കെ, അപ്പോൾ എല്ലാ സെപ്റ്റംബറിലും അത് അവരുടെ അവരുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഒരു ക്വാർട്ടറാണ് സെപ്റ്റംബർ ക്വാർട്ടർ. അപ്പോൾ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ഇനി ഡിസംബറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. OPM ഹൈ, കാര്യമായിട്ട് എക്സ്പെൻസസ് ഒന്നും ഇല്ലാത്ത കമ്പനിയാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ ബെസ്റ്റ് ഫിഗേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് കാലം ലോസിലൊക്കെ ആയിരുന്നു, പ്രോഫിറ്റിലേക്ക് വന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിളായിട്ട് കമ്പനി റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം. റിസർവ്സ്, കണ്ടമാനം റിസർവ്സ് കൂടിയിട്ടുണ്ട് കമ്പനിയുടെ. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കമ്പനിയുടെ റിസർവ്സ് കൂടുന്നുണ്ട്. ഇനി ക്യാഷ് ഫ്ലോ നോക്കുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ ആയിട്ട് അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് സ്റ്റേബിളാണ്. 51% സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റീസെൻ്റായിട്ട് FIS ആഡ് ചെയ്തിട്ടുണ്ട്. DIS ലേശം സെല്ല് ചെയ്തിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടെക്നിക്കൽ സെറ്റപ്പ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്തതായിട്ട് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന റിസൾട്ടാണ് TCS അല്ലേ. TCSൻ്റെ ഇയർ ഓൺ ഇയർ 5%, EBIT 7%, നെറ്റ് പ്രോഫിറ്റ് 7%, EPS 14% ഡൗൺ. ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ക്യാപ്പ് 11 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. സ്റ്റോക്ക് പി 22.9 ആണ്. ഇൻഡസ്ട്രി പി യേക്കാളും ബെറ്റർ ആണ്. PEG എബോവ് ആണ്, 2.80 ആണ്. അതായത് കാര്യമായ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ROC ഒക്കെ നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. ROC ഓക്കെയാണ്, ക്യാഷ് ഫ്ലോ ഓക്കെയാണ്. ഡെറ്റ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കടം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ലാർജ് ക്യാപ്പ് കമ്പനികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ലാർജ് ക്യാപ്പ് കമ്പനീസ് പലതും സാച്ചുറേറ്റഡ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് മാത്രമേ ഇവർ ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. മനസ്സിലായില്ല? റീസെൻ്റായിട്ട് കാണിക്കുന്ന ഗ്രോത്ത് നിങ്ങൾ കാണാം. ഒരുപാട് 2023 ഡിസംബർ മുതൽ ഒരു ഭീകരമായ ഗ്രോത്ത് എന്നൊന്നും പറയാൻ നമുക്കിപ്പോൾ കൃഷാന ഫോസ്കമിൽ കണ്ടതുപോലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് അവരുടെ സെയിൽസിലാണെങ്കിലും അതല്ലെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ടുള്ള പ്രൈസ് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഗ്രോത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഗ്രോത്താണ് ഇവർ നേരിടുന്ന ഒരു പ്രശ്നം. അത് ലാർജ് ക്യാപ്പുകൾ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ്. ഓൾറെഡി ഒരു സാച്ചുറേറ്റഡ് ലെവലിലായിരിക്കും ഇത്തരം കമ്പനികൾ പലപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ലാർജ് ക്യാപ്പിൽ പലപ്പോഴും നമ്മൾ ട്രേഡിങ്ങിന് പോകാത്തത്. കാരണം വളരെ ഫാസ്റ്റായിട്ട് സ്മോൾ ക്യാപ്പിൽ കിട്ടുന്നത് പോലുള്ള റിട്ടേൺ നമുക്ക് എന്ത് കിട്ടൂല, ലാർജ് ക്യാപ്പിൽ പലപ്പോഴും കിട്ടാറില്ല. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. ഗ്രോത്ത് കാര്യമായിട്ടില്ല എന്ന ഒരു പ്രശ്നം മാത്രമേ എവിടെ കാണുന്നുള്ളൂ, TCSൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് അതിൻ്റെ EPS കൂടി ലേശം എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ TCS ആണ് അടുത്ത സ്റ്റോക്ക്. അതുപോലെ HCL ടെക് സെയിം കണ്ടോ, നമുക്ക് ഈ ലാർജ് ക്യാപ്പിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. വളരെ സ്ലൈറ്റ്ലി ചെറിയൊരു ഗ്രോത്ത് മാത്രമേ നമുക്ക് റീസെൻ്റായിട്ട് കാണുന്നുള്ളൂ. ഒരുപാട് കാലമായിട്ട് 2022 ഡിസംബർ മുതൽ 6365, ഇപ്പോൾ 7400. നമ്മൾ നേരത്തെ നോക്കിയില്ലേ കൃഷാന നോക്കിയ സമയത്ത് എന്താ നമ്മൾ കണ്ടത്, 2022 ഡിസംബറിൽ എത്രയായിരുന്നു ക്വാർട്ടേഴ്സ്,
കണ്ടോ 2022 ഡിസംബർ 47 നിന്നും 659. അവിടെയാണ് HCL ടെക്കും അതുപോലെ TCS ഒക്കെ വളരെ സ്ലൈറ്റ്ലി വളരെ ചെറിയ ഗ്രോത്ത് മാത്രം കാണിക്കുന്നത്. ഈ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സ്മോൾ ക്യാപ്പുകളിൽ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ സ്മോൾ ക്യാപ്പിൽ ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ റിസ്ക്കിയാണ്. നമ്മൾ വളരെ തറവായിട്ട് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി കുറേ കൂടി സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് ഇതുപോലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനീസ് നോക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് HCL ടെക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ HCL ടെക്കിൻ്റെ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് 26.3 ഇൻഡസ്ട്രി പിയേക്കാൾ ലേശം കൂടുതലാണ്. പക്ഷേ PEGയും ലേശം കൂടുതലാണ്. ബാക്കിയുള്ള വാല്യുവേഷൻസൊക്കെ ഓക്കെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. വാല്യുവേഷൻ നിഫ്റ്റി 50 സ്റ്റോക്കിന് 20-ൽ കൂടുതലൊക്കെ വാല്യുവേഷൻ വരുന്നത് കുറച്ച് ഹൈ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കമ്പനി ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കിടക്കുവാണ് കമ്പനി. പക്ഷേ അത്യാവശ്യം ഈ ടെക്നോളജി ഫീൽഡിൽ അത്യാവശ്യം ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് HCL ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കാര്യമായിട്ട് ട്രേഡ് ചെയ്യാറില്ല ഇത്തരം സ്റ്റോക്കുകളിൽ. പക്ഷേ ചെയ്യുന്നവർക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് HCL ടെക്നോളജീസ്. ഓക്കെ, ഇതാണ് അടുത്തൊരു സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പുതുതായിട്ട് റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ. നാളെ നമുക്ക് ബാക്കി അടുത്ത വരുന്ന റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന മുറക്ക് നമുക്ക് അനലൈസ് ചെയ്ത് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, താങ്ക് യു.